നാളെ കൂട്ടത്തല്ല് നടക്കാൻ പോവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ലാണ്. വൻ അടി പൊട്ടിയിരിക്കുകയാണ്. ജാസ്മിനും സിബിനും കൂടെയാണ് മെയിൻ അടി. ആക്ടിവിറ്റി ഏരിയയിൽ ഇവർക്ക് കൊടുക്കുന്ന ചലഞ്ചിങ് ടാസ്കിന്റെ ഭാഗമായിട്ടാണ് അടിയാവുന്നത്. നാളെ BBQ ആണ് നടക്കുന്നത്. പട്ടീരെ വാല് 12 കൊല്ലം കുഴലിട്ട് കഴിഞ്ഞാൽ അത് വളഞ്ഞേ ഇരിക്കുള്ളൂ എന്ന് സീക്രട്ട് ഏജന്റ് സായി പറയുന്നുണ്ട്. നന്ദന അയ്യോ ജാസ്മിനെ താറ്റി അണച്ചോണ്ട് നിൽക്കുകയാണ്. ശ്രീരേഖ പറയാണ് എനിക്കതിനുള്ളതുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. എന്താണ് നാളത്തെ ടാസ്ക്, എന്താണ് ഇവർക്ക് കൊടുക്കുന്ന നാളത്തെ ചലഞ്ച് പറയാം. പ്രൊമോ വന്നിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ആയിട്ട് മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ്. ചലഞ്ചിങ് ടാസ്ക് ആണ്. വായിക്കുകയാണ് നമ്മുടെ പൂജ. പവർ റൂമിൻ്റെ അധികാരം എങ്ങനെ കൈക്കലാക്കണമെന്ന് ബുദ്ധിപൂർവം ചിന്തിക്കുക എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആക്ടിവിറ്റി ഏരിയയാണ്. അവിടെ മൊത്തം ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. BBQ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനാണ്. ഓരോരോ ടീം മാറിയിരുന്ന ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനാണ്. ആ സെക്ഷൻ വഴി അവരെ ഉത്തരം മുട്ടിച്ച് മിക്കവാറും ആ പോയിന്റ്സ് ഒക്കെ വഴി അങ്ങനെ ആയിരിക്കും ടാസ്കിനകത്ത് ശ്രീരേഖ മൈക്കൊക്കെ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് നിലനിൽക്കാൻ അർഹതയില്ലാത്ത ഒരാളുണ്ടെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറയണം. ആരെക്കുറിച്ചാണോ എന്തോ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത് DJ സിബിൻ ബെഞ്ചമിൻ പറയാണ്, നിങ്ങൾ വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള റിപ്പോർട്ടറാണ്, നിങ്ങളിങ്ങനെ ഡംപ് ആവരുത് കേട്ടോ, നിങ്ങളിങ്ങനെ ഡംപ് ആവരുത്. അപ്പോൾ ജാസ്മിൻ പറയാണ് ഫുൾ റൈറ്റ്സ് എനിക്കാണ് ഫുൾ റൈറ്റ്സ്. അപ്പം DJ വീണ്ടും ചോദിക്കുകയാണ് യെസ് ഓർ നോ എന്നാണോ നിങ്ങൾക്ക് ഉത്തരം വേണ്ടത്? അതെ. ജാസ്മിൻ പറയണം പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് DJ സിബിൻ അവിടെ നിന്ന് ഇറങ്ങി മൈക്കെല്ലാം എടുത്ത് കളഞ്ഞിട്ട് പോവാണെന്ന് തോന്നുന്നു. എടുത്ത് ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തിൽ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നെ കാണുന്നതാണ് നന്ദനയും ജാസ്മിനും കൂടെ ഒരു അടിയാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരുന്ന നന്ദന ഇങ്ങനെ ജില്ലന ജാസ്മിൻ്റെ നേരെ നിൽക്കുന്നുണ്ട്. നേരെ വീടിനകത്തേക്ക് കയറുന്നു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ നേരെ നന്ദന അങ്ങ് കുതിച്ച് കയറുവാണ്. തൊട്ടടുത്ത് തന്നെ സീക്രട്ട് ഏജന്റ് നിന്ന് നന്ദനയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, നന്ദനെ പട്ടീരെ വാല് 12 കൊല്ലം എന്നിങ്ങനെ പറയുമ്പോൾ പ്രൊമോ തീരുന്നുണ്ട്. എന്തായാലും നാളെ കൂട്ടത്തല്ലാണ്. ചലഞ്ചിങ് ടാസ്കിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന തല്ല് നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദങ്ങളും. എന്തായാലും പവർ റൂമിന് വേണ്ടിയിട്ട് അവർക്ക് കയറാൻ വേണ്ടി ഇത്ര ഉഷിരുണ്ടെന്ന് കാണാൻ പറ്റിയ ഒരു പ്രൊമോയിലൂടെയെങ്കിലും. പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് ആണ്. ട്യൂണൊക്കെ ഇട്ട് BG ഒക്കെ ഇട്ട് പൊളപ്പനടിച്ച് വരും. പക്ഷേ ഇത് കണ്ടിട്ട് നാളെ എന്തെങ്കിലുമൊക്കെ തീപ്പരി പാറെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം നാളെ എന്താണ് നടക്കാൻ പോകുന്നത്. എന്തായാലും ഒരു കൂട്ടത്തല്ലൊരു അടി പൊട്ടും നാളെ. അപ്പം നാളത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ലൈവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ അടുത്ത എപ്പിസോഡ് റിവ്യൂ അടുത്ത ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.